ബഹുമാന്യ തങ്ങൾ ഇവിടെ ക്ഷണിക്കപ്പെട്ട പ്രകാരം എത്തിയ ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ചടങ്ങല്ല. ഈ വീട് താമസം കഴിഞ്ഞ് അവർ സൗകര്യത്തിൽ എല്ലാവരെയും വിളിച്ചതാണ്. അതനുസരിച്ച് വയനാട്ടിൽ നിന്നുള്ള നേതാക്കളുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ രാഷ്ട്രീയ ചടങ്ങ് പോലെ പ്രസംഗിച്ച് നീട്ടാൻ ഉപയോഗിക്കുന്ന അവരുടെ ചടങ്ങാണ്. അപ്പോൾ അതിന് ഞങ്ങളെ ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അവരുടെ താമസവും അതുപോലെ തന്നെ അവരുടെ കർമ്മപ്രകാരം വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിങ് രാവിലെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇതിനകം അതിൻ്റെ ഉദ്ഘാടന വേളയിലും മറ്റു സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അവരുടെ സന്തോഷം കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടതൊരു ആനന്ദാശ്രുവാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന് സംസാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുകൊണ്ടല്ല, ഇതിന്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മളെല്ലാവരും ദുരന്തം നടന്ന അന്ന് തന്നെ ദുരന്ത ഭൂമിയിൽ എത്തിയവരാണ്. അവിടുത്തെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതും പരിക്കേറ്റവരെ പ്രയാസത്തോടെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. സർവ്വതും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അന്ന് അവിടെ ഉണ്ടായി. അപ്പൊ അതിന്റെ 2 ദിവസത്തിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സർവവും നഷ്ടപ്പെട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടില്ല. അവർക്ക് അവർ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കാനുണ്ടായി. അത് സർവശക്തന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹം മുഴുവനും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളതാണ്. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാ നാനാതുറകളിലുംപ്പെട്ട ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു. ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും ഉപരിയായ രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചു. അത് പിന്നീട് അതിന് യുക്തമായ സ്ഥലം കണ്ടെത്തി ഇന്ന് കാണുന്ന രീതിയിൽ ഇതിൻ്റെ ആദ്യഘട്ടം ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു. ഇപ്പോൾ അതിൽ താമസക്കാരായി വന്നിട്ടുള്ള ഇതിൻ്റെ അവകാശികൾ അവരിന്ന് പാലുകാച്ചൽ അതുപോലെ തന്നെ അവരുടെ ഗൃഹപ്രവേശനവും ഒക്കെയായി ഇന്നാണ് അവർക്ക് ഇതിലേക്ക് കയറിക്കൂടുവാൻ സാധിച്ചത്. ഈ സുന്ദര നിമിഷത്തിൽ അതിന് സാക്ഷിയാകാൻ ഞങ്ങളെയും അവർ ക്ഷണിച്ചു. അവരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങളെയൊക്കെ നേരിട്ട് തന്നെ അവർ ക്ഷണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഏതായാലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വേറെ ചൈതാർത്ഥ്യമുണ്ട്. ഇതിനിടയ്ക്കും അവർ പങ്കുവെക്കുന്ന വേദനകളിൽ ഞങ്ങളും അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ജാഹിർ സാഹിബിനെ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. ഒരുപാട് അവരുടെ സ്വന്തം അവരുടെ എല്ലാമായിരുന്ന പലരും ഇന്ന് നമ്മളോട് ഒപ്പമില്ല. അപ്പോൾ ആ ഒരു നഷ്ടബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നമുക്ക് ഇനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ദുരന്തത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ ആ സഹോദരന്മാർ അവർക്കെല്ലാം പരലോക മോക്ഷം ദൈവത്തിൽ നിന്നും അവർക്ക് പരലോക മോക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നതുപോലെ തന്നെ അന്ന് പരിക്ക് പറ്റിയ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഇത്രയും പെട്ടെന്ന് അവരുടെ ആ പരിക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനും സർവശക്തൻ അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും ഇവരെ നേരുകയാണ്.